വാഴ എന്താ പറയുക, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേരൊരു കഥ, എന്തായാലും അത്യാവശ്യം നല്ലൊരു സിനിമ. അത് എന്താ മാതാപിതാക്കളോടൊരു അവരുടെ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് വാഴ. എന്തായാലും തിയേറ്ററിൽ എല്ലാവരും കാണാം, വിജയിപ്പിക്കുക. അത് ഒരു ഭയങ്കര കോമഡിയും കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും വാഴ, യാതൊരു തർക്കമില്ല. വാഴ അടിപൊളിയായിരുന്നു, എല്ലാവരും തകർത്തത്. അതെ, ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ കോമഡി. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി, അടിപൊളിയായിട്ടുണ്ട്. വാഴ നല്ല കുഴപ്പമില്ല, യൂത്തന്മാരെയൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു തിരക്കേടില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. നല്ല സ്ക്രിപ്റ്റൊക്കെ നല്ല അടിപൊളിയാണ്, ഒരു വെറൈറ്റി മൂഡ് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ചിത്രമാണ്. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇടിച്ചു കയറും. ഡയറക്ഷനും തിരക്കേടില്ല, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ബോറടിക്കാതിരുന്ന് നല്ല സന്തോഷിച്ച് ആർത്ത് ചിരിച്ച് ഒക്കെ ഇരുന്ന് കാണാൻ പറ്റും. എല്ലാം പുതിയ പിള്ളേരാണ്, എല്ലാം യൂത്തന്മാരാണ്. അത്യാവശ്യം എടുത്തു പറയത്തക്ക ക്യാരക്ടർ എന്ന് വെച്ചാൽ ജഗദീഷ് ഏട്ടൻ, പിന്നെ അസീസ് നെടുമങ്ങാട്, പിന്നെ നമ്മുടെ കോട്ടയം നസീർക്ക, ഇങ്ങനെയുള്ള ആളുകളുടെ പെർഫോമൻസ് ഗംഭീരം. അത്യാവശ്യം തിരക്കേടില്ല, ഫാമിലി ഓഡിയൻസ് വന്നിരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു യൂത്ത് സിനിമ. സ്ക്രിപ്റ്റൊക്കെ നല്ലതാണ്, അത്യാവശ്യം കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീഷയൊക്കെ ഉണ്ടാവുമല്ലോ കോമഡിയിൽ, പുതുമയായിട്ട് പറയത്തക്ക വിധത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അത്യാവശ്യം ഫാമിലിക്ക് വന്നിരുന്ന് കണ്ട് ഉല്ലസിച്ച് ആർത്ത് പോകാം. നല്ല മേക്കിംഗ് ആണ്. ഡയറക്ടർ അത്യാവശ്യം പണിയറിയാവുന്ന ഒരാളാണ്. നല്ലൊരു കൃഷിനെയൊക്കെ പരിപോഷിപ്പിച്ചുകൊണ്ടുള്ളൊരു സംഭവമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ വാഴ എന്നുള്ള പേര് തന്നെ അതന്നെ. ഇപ്പം എന്തായാലും ഫാമിലി ഓഡിയൻസിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ആ പടം അവർ എടുത്തേക്കുന്നത്. നല്ല